കുങ്കുമപ്പൂവിന്റെ താഴ്വരയിൽ ഇപ്പോൾ ലാവൻഡർ വസന്തമാണ്. ഒരു കാലത്ത് കുങ്കുമപ്പൂക്കൾക്കും ആപ്പിളിനും ചോളത്തിനും നെൽപ്പാടങ്ങൾക്കും പേരുകെട്ട ജമ്മു കാശ്മീരിലെ കുന്നിൻ പ്രദേശങ്ങളിൽ ഇപ്പോൾ വയലറ്റ് പൂക്കളുടെ വസന്തം വന്നെത്തിയിരിക്കുകയാണ്. വയലറ്റ് നിറത്തിൽ ഒരു പട്ടുമെത്ത, ലാവൻഡുല അഥവാ ജഡാമാഞ്ചി. യൂറോപ്പ്, കിഴക്കൻ ആഫ്രിക്ക, കാനറി ദ്വീപുകൾ എന്നിവിടങ്ങളിൽ നിന്ന് അതിഥിയായി കടൽ കടന്നെത്തിയ പർപ്പിൾ പൂക്കൾ ഇപ്പോൾ ഇന്ത്യയുടെ ഹൃദയം കീഴടക്കിയിരിക്കുകയാണ്. കശ്മീരിലെ മുഗൾ ഉദ്യാനങ്ങളെ പോലെ പ്രശസ്തിയിലേക്ക് കുതിക്കുകയാണ് ലാവൻഡർ പാടങ്ങളും. കണ്ണിന് കുളിർമ പകരുന്ന ലാവൻഡർ പൂക്കൾ ഒരുപാട് ആളുകളുടെ വരുമാന മാർഗമാണ് ഇന്ന്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷിവിളയായി ഇവ മാറിയിരിക്കുന്നു. പരമ്പരാഗതമായി കൊണ്ടു നടക്കുന്ന കൃഷികളൊക്കെ പല കാരണങ്ങളാൽ പുതുതലമുറ ഉപേക്ഷിച്ചു കഴിഞ്ഞു. പഴയതുപോലെ കാലാവസ്ഥ അനുകൂലമല്ലാത്തതും മണ്ണിന്റെ ഘടന മാറുന്നതും സംഭരണ വിതരണ ശൃംഖലകളിലെ പാളിച്ചയും മാറുന്ന ആവശ്യകതയും വിശാലമായ കൃഷിഭൂമികൾ ചുരുങ്ങുന്നതുമൊക്കെ യുവതലമുറയെ മടുപ്പിന്റെ പാരമ്യത്തിലേക്ക് എത്തിച്ചു. അവിടേക്കാണ് പുത്തൻ കൃഷി ആശയങ്ങൾ കടന്നു വന്നത്. കശ്മീരിലേക്ക് ലാവൻഡർ കൃഷി എത്തിയിട്ട് വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. 1983 ഈ ആശയം ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത്. പിന്നീട് കേന്ദ്ര കൃഷി മന്ത്രിയായിരുന്ന ഗുലാം നബി ആസാദ് 2010 ഭാദേർവയിൽ ലാവൻഡർ കൃഷി ആരംഭിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. 2017 കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ഔദ്യോഗികമായി തുടക്കം കുറിക്കുന്നത്. 2017 CSIR അരോമ മിഷൻ ആരംഭിച്ചത് താഴ്വരയിലെ ലാവൻഡർ കൃഷിക്ക് ഉത്തേജനം നൽകി. കശ്മീരിലെ തണുത്ത കാലാവസ്ഥ ലാവൻഡർ കൃഷിക്ക് ഏറെ അനുയോജ്യമാണ്. പരമ്പരാഗതമായിട്ടുള്ള വിളകളിൽ നിന്ന് വ്യത്യസ്തമായി ലാവൻഡർ ശരിക്കും ഒരു ദീർഘകാല നിക്ഷേപമാണ്. ഒരൊറ്റ ചെടി കുറഞ്ഞത് 13 വർഷത്തേക്ക് പൂക്കൾ തരുന്നു. കുറഞ്ഞ പരിപാലനം മാത്രം ആവശ്യമുള്ള വിളയാണ് ഇത്. പരിമിതമായ ജലസേചനം മാത്രം മതിയാകും. അണുബാധയുടെ സാധ്യതയും കുറവാണ്. കീടങ്ങളോ രോഗങ്ങളോ അപൂർവമായി മാത്രമേ ബാധിക്കൂ. നടീലിന്റെ 2ാം വർഷം മുതൽ വിളവെടുക്കാം. ലാവൻഡർ പൂക്കളുടെ വസന്തകാലം സാധാരണയായി ജൂൺ മുതൽ ജൂലൈ വരെയാണ്. കൃഷി എന്നതിനപ്പുറം കാർഷിക ടൂറിസം കൂടി ലാവൻഡർ കൃഷി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. മറ്റ് വിനോദസഞ്ചാര മേഖലകൾ പോലെ ഈ പാടങ്ങളും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ഫോട്ടോ, വീഡിയോ ചിത്രീകരണത്തിനായി പതിനായിരങ്ങളാണ് സീസണിൽ ഇവിടേക്ക് പ്രവഹിക്കുക. ഛോട്ടാ കാശ്മീർ എന്നറിയപ്പെടുന്ന ഭാദേർവയിലാണ് ലാവൻഡർ കൃഷിയുടെ 90% നടക്കുന്നത്. ഉറി, കിഷ്ത്വാർ എന്നിവയുൾപ്പെടെയുള്ള മറ്റ് ഭാഗങ്ങളിലും കൃഷി വ്യാപകമാണ്. പുൽവാമയിലെ ബോണേരെ അടക്കം 3 പ്രധാന ലാവൻഡർ ഫാമുകൾ ജമ്മു കാശ്മീർ സർക്കാരിന്റെ കൃഷി വകുപ്പിന് കീഴിലുണ്ട്. ചെറുകിട കർഷകർക്ക് ഇവിടെ നിന്ന് സബ്സിഡി നിരക്കിൽ വിത്തുകൾ അടക്കം ലഭിക്കും. ഈ ഫാമുകളിലെ പ്ലാന്റിൽ ലാവൻഡർ ഓയിൽ വേർതിരിച്ചെടുത്ത് വിപണനത്തിനും വിതരണത്തിനുമായി അയക്കാനുള്ള സംവിധാനങ്ങളുമുണ്ട്. അലങ്കാര ചെടികൾ എന്നതിനപ്പുറം വിപണി മൂല്യം ഇവയ്ക്കുണ്ട്. എണ്ണ, സോപ്പുകൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, സുഗന്ധദ്രവ്യങ്ങൾ, ഔഷധോൽപ്പന്നങ്ങൾ എന്നിവയൊക്കെ ഇതിലൂടെ ലഭിക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ലിസ്റ്റാണ്. അണുനാശിനിയായും കൊതുക് നിവാരണത്തിനും ഇവ ഉപയോഗിക്കുന്നു. ഉണങ്ങിയ ലാവൻഡർ പൂവ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ചായയുടെ രുചിയും ഗംഭീരമാണ്. കാലത്തിനൊത്ത് നീങ്ങുക എന്നതാണ് ഏതൊരു വിജയത്തിന്റെയും പിന്നിലുള്ള പ്രധാന ഘടകം. പുത്തൻ പരീക്ഷണങ്ങൾ മാത്രം പോരാ, അതിൽ സ്ഥിരത നിലനിർത്താനും ശ്രമിക്കണം. നമ്മൾ മലയാളികൾക്കൊക്കെ പറ്റുന്ന പ്രധാന പ്രശ്നം ഈ സ്ഥിരതയില്ലായ്മയാണ്. പ്രത്യേകിച്ച് കാർഷിക വ്യാവസായിക രംഗങ്ങളിൽ. ആദ്യഘട്ടങ്ങളിലെ തിരിച്ചടികളെയൊക്കെ അതിജീവിച്ചാണ് കശ്മീരിലെ കർഷകർ ഇപ്പോൾ വിജയക്കൊടി ഉയർത്തിയിരിക്കുന്നത്. ജമ്മു കാശ്മീരിന്റെ കാർഷിക മേഖലയെ മാറ്റിമറിച്ച പ്രധാന ചുവടുവയ്പ്പാണ് ഈ പർപ്പിൾ വിപ്ലവം. അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ ഇവിടുത്തെ ലാവൻഡർ കൃഷിയെ പരാമർശിച്ചത് ഈ കർഷകരുടെ അധ്വാനത്തിനുള്ള അംഗീകാരമാണ്.